ചേട്ടന്മാരെ, വീണ്ടും ഒരു പുത്തൻ വീഡിയോയുമായി തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വാർസോൺ മൊബൈൽ. അതുമല്ല, വാർസോൺ മൊബൈൽ 2.0 പുതിയ എഞ്ചിൻ ഉപയോഗിച്ച് വന്നേക്കുമോ എന്നതിനെക്കുറിച്ചുള്ള എന്റെ തുറന്ന അഭിപ്രായം ഞാൻ പറയാൻ പോകുകയാണ്. ഇതിനു മുന്നോടിയായി ഞങ്ങളുടെ ബ്രദർഹുഡ് കുടുംബം 100 കംപ്ലീറ്റ് ആക്കിയതിന് എന്റെ എല്ലാ ചേട്ടന്മാർക്കും വൺ സല്യൂട്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് നടന്നത്. ഇനി അടുത്ത ലക്ഷ്യം 200. നിങ്ങൾ ശരിക്കും MVP ആണ്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വാർസോൺ മൊബൈൽ ഒരു പൊളി ഐഡിയ ആയിരുന്നു, പക്ഷേ ദുർഭാഗ്യവശാൽ അതിനെ സ്റ്റോപ്പ് ചെയ്തു. എന്റെ അവസാന വീഡിയോ കണ്ടവർക്കറിയാം എനിക്കതിനെ എങ്ങനെ തോന്നിയിരുന്നെന്ന്. ആ ഗെയിമിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് യഥാർത്ഥ കളിക്കാരെ കുറിച്ചാണ്. കഷ്ടപ്പെട്ട് കളിച്ചതിന് ശേഷം ആ ഗെയിം എത്ര ശക്തമായിരുന്നെന്ന് മനസ്സിലാക്കിയവർ. ഇതൊരു വെറും മൊബൈൽ ഗെയിം ആയിരുന്നില്ല, അക്ഷരാർത്ഥത്തിൽ ഒരു PC അനുഭവം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം ബഗ്ഗുകൾ, ലാഗ്, ഫോൺ ചൂടാകുന്നത് എന്നിവ. പക്ഷേ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഫീൽ പൊളിയായിരുന്നു. ഇപ്പോഴും ചിലർ കളിക്കുകയാണ്, ബോട്ട്സ് ആണെങ്കിലും. എന്തിന്? വാർസോൺ മൊബൈൽ നൽകുന്ന ഫീൽ മറ്റൊന്നും നൽകുന്നില്ല. അതിനൊരു തനിമയുണ്ടായിരുന്നു. അത് കളിച്ചവരിൽ പലർക്കും ഇനി മറ്റു മൊബൈൽ ഗെയിമുകൾ ഒത്തുപോകുന്നില്ല. ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്, പലരും കൺസോളിലേക്ക് മാറുന്നു. കാരണം അത്രത്തോളം ആസക്തരായിരുന്നു വാർസോൺ മൊബൈലിന്. ഇനി വന്നിരിക്കുന്നു റിയൽ ടോക്ക്. നിങ്ങളിൽ പലരും ചോദിക്കുന്നു, ചേട്ടാ, അതേ ഗെയിം പുതിയ എഞ്ചിനിൽ വന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും? ക്രോസ് പ്രോഗ്രഷൻ ഇല്ലെങ്കിലും ശരി, ബാറ്ററി സ്മൂത്ത് ആകുമല്ലോ. ഇപ്പോൾ നോക്കാം. ഏറ്റവും സാധാരണമായ മൊബൈൽ എഞ്ചിനുകൾ യൂണിറ്റിയും അൺറിയൽ എഞ്ചിൻ 4ഉം. ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ അൺറിയൽ എഞ്ചിൻ, കോഡ് മൊബൈൽ യൂണിറ്റി. രണ്ടും ടീം സ്റ്റുഡിയോയുടേതാണ്. രണ്ടും ഇപ്പോഴത്തെ വേർഷൻ സ്മൂത്ത് ആണല്ലോ. എന്തുകൊണ്ട് സ്മൂത്ത് ആണെന്ന് പറയാം. അവർക്ക് ആ എഞ്ചിനുകളിൽ നല്ല പരിചയമുണ്ട്. വാർസോൺ മൊബൈൽ ഈ എഞ്ചിനുകളിലാണെങ്കിൽ മെച്ചപ്പെട്ടേക്കാം, പ്രത്യേകിച്ച് ഒപ്റ്റിമൈസേഷൻ. പക്ഷേ അതിന്റെ യഥാർത്ഥ ഫീൽ, ഒറിജിനൽ പോർട്ടിന്റെ മൂവ്മെന്റ്, ഫ്ലൂയിഡിറ്റി, അത് വേറെ ലെവലാണ്. അത് പകർത്താൻ പ്രയാസമാണ്. ഇപ്പോൾ ഞാൻ ഉറ്റുനോക്കുന്നത് കോഡ് മൊബൈലിന്റെ വരാനിരിക്കുന്ന മൂവ്മെന്റ് അപ്ഡേറ്റിലാണ്. യൂണിറ്റിയിൽ തന്നെ ആധുനിക കോഡ് മൂവ്മെന്റ് കൊണ്ടുവരാമെങ്കിൽ, കൂടാതെ റോബോട്ടിക് ഫീൽ ഇല്ലാതെയെങ്കിൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും. അതുകൊണ്ട് ചോദ്യമില്ലാതെ വാർസോൺ മൊബൈലിന് പുതിയ എഞ്ചിനിൽ ഒരു റീമേക്ക് വേണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഇതുവരെ കണ്ടിരിക്കുകയാണെങ്കിൽ കമന്റിലേക്ക് റിഫ്റ്റ് വാർസോൺ മൊബൈൽ എന്ന് അടിച്ചിടൂ. ഞാൻ അടുത്ത വീഡിയോയിൽ ഷൗട്ടൗട്ട് നൽകാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചേട്ടന്മാർക്കും ഒറ്റ മനസ്സിൽ നന്ദി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും കണ്ടന്റ് കൊണ്ടുവരും. നമസ്കാരം. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, പീസ് ഔട്ട്.